AR ഗാലക്സിയിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു റെഡ് ചുരിദാർ മേക്ക് ഓവറാണ്. നമ്മൾ വാങ്ങുന്ന ചുരിദാറുകൾക്ക് ചിലപ്പോൾ വളരെ സിമ്പിൾ ലുക്കായിരിക്കും. പക്ഷേ ചെറിയൊരു ഹാൻഡ് എംബ്രോയ്ഡറി വർക്ക് ചെയ്താൽ അതേ ഡ്രസ്സ് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് കഴിയും. ഇന്നത്തെ ഈ വീഡിയോയിൽ സിമ്പിൾ ആണെങ്കിലും വളരെ എലഗൻ്റായ ഹാൻഡ് എംബ്രോയ്ഡറി ബോർഡർ ഡിസൈൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. എംബ്രോയ്ഡറി പഠിക്കാൻ തുടങ്ങുന്നവർക്ക് പോലും വളരെ ഈസിയായി ചെയ്യാൻ കഴിയുന്ന ഡിസൈൻ ആണ് ഇത്. വലിയ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ചെറിയ പേഷ്യൻസും ബേസിക് സ്റ്റിച്ചിങ് അറിവും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ഈസിയായി ചെയ്യാനായിട്ട് കഴിയും. ഈ ഡിസൈനിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ സ്റ്റിച്ചസ് ഉപയോഗിച്ചിട്ടാണ് മുഴുവൻ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ സ്റ്റിച്ച് പ്ലേസ്മെൻറ്റ് ശരിയായി ചെയ്താൽ ചുരിദാറിന് ഒരു റിച്ച് ലുക്ക് തന്നെ കിട്ടും. ഈ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ട സാധനങ്ങൾ വളരെ സിമ്പിൾ ആണ്. എംബ്രോയ്ഡറി ഗോൾഡൻ കട്ട് ബീഡ്, റൗണ്ട് ബീഡ്, നീഡിൽ, ചുരിദാർ ഫാബ്രിക്, സ്മോൾ സിസേഴ്സ്, ട്രേസിംഗ് ചോക്ക് അല്ലെങ്കിൽ ഫാബ്രിക് മേക്കർ. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിസൈൻ ഈസിയായി ചെയ്യാം. ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ ഗോൾഡൻ ബീഡ് സാധാരണ നീഡിൽ ഉപയോഗിച്ച് എങ്ങനെ ഡിസൈൻ ചെയ്ത് എടുക്കണമെന്നും ബോർഡർ യൂണിഫോം ആയി വരാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്ക് ചുരിദാറിൻ്റെ ലീഫ് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ കട്ട് ബീഡ് ആൻഡ് റൗണ്ട് ബീഡ് ആണ്. പോയിന്റിൽ എത്തുന്ന ഭാഗത്ത് റൗണ്ട് ബീഡ് കൊടുക്കുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് കിട്ടും. ബീഡ് കയറാൻ പാകമുള്ള നീഡിൽ എടുക്കുക. ഏറ്റവും കനം കുറഞ്ഞ നീഡിൽ മാത്രമേ ബീഡ് കയറുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ ലാസ്റ്റ് നിർത്തിയ ബീഡിൽ കൂടി നൂൽ കിടത്തി 3 ഗോൾഡൻ ബീഡ്സ് നീഡിൽ ആഡ് ചെയ്തു കൊടുത്തു. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ കറക്റ്റ് ലീഫിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. ബീഡ്സിൻ്റെ എണ്ണം എടുക്കുന്നത് കൃത്യമായി ഫോളോ ചെയ്തു പോയാൽ മാത്രമേ എല്ലാ ലീഫും ഒരേ പാറ്റേണിൽ ക്രിയേറ്റ് ചെയ്ത് നല്ലൊരു പ്രൊഫഷണൽ ലുക്ക് കിട്ടുകയുള്ളൂ. ലീഫിൻ്റെ ഷേപ്പ് ആകുന്നത് വരെ റിപ്പീറ്റ് ചെയ്ത് ബീഡ്സ് കൊടുക്കുക. ഈ റെഡ് ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ബീഡ്സ് വർക്ക് ചെയ്തത്. നമുക്ക് ചുരിദാർ ഓൾറെഡി കിട്ടിയത് തയ്ച്ചു കഴിഞ്ഞ ശേഷമാണ്. ബോൾഡഡ് ഡിസൈൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ കറക്റ്റ് പ്ലേസിൽ എംബ്രോയ്ഡറി വർക്ക് വരണം. എംബ്രോയ്ഡറി ടേബിളിൽ അതുകൊണ്ട് അറ്റാച്ച് ചെയ്ത് വർക്ക് ചെയ്യാൻ കഴിയില്ല. ചുരിദാർ നമ്മുടെ കയ്യിൽ പിടിച്ചു തന്നെയാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. പക്ഷേ വിചാരിച്ചതിലും സൂപ്പറായി ഔട്ട് കിട്ടിയിട്ടോ. കയ്യിൽ പിടിച്ചു ചെയ്യുമ്പോൾ താരതമ്യേന സ്പീഡ് വളരെ കുറവായിരിക്കും. കുറച്ചധികം എഫേർട്ട് വേണ്ടിവരും ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഒരു ലീഫ് കഴിയുമ്പോൾ സെൻറ്ററിൽ 4 റൗണ്ട് ബീഡ്സ് ആഡ് ചെയ്ത് ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു പാറ്റേണിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ലീഫ് ഡിസൈൻ റിപ്പീറ്റ് ചെയ്താണ് നമ്മൾ ഈ ചുരിദാർ ബോർഡർ കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് ഒരു ലീഫ്. അങ്ങനെയാണ് ഈ ഡിസൈൻ. വളരെ യുണീക്കായിട്ടുള്ള ഒരു പാറ്റേൺ ഡിസൈൻ ആണ് ഇത്. നിങ്ങൾക്കും ഇതുപോലെ ചുരിദാർ, ടോപ്പ് അല്ലെങ്കിൽ സാരി ബോർഡർ എല്ലാം ഇങ്ങനെ ഈസിയായി ചെയ്തെടുക്കാം. വെറൈറ്റി ഡിസൈൻ ആഗ്രഹിക്കുന്നവർക്കും AR ഗാലക്സിയിൽ ഡിസൈൻ ചെയ്തു തരുന്നതാണ്. നമ്മുടെ വാട്സപ്പ് നമ്പർ ആയ 9539004448 ഈ നമ്പറിൽ നിങ്ങൾക്കും കോൺടാക്റ്റ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം. മറക്കാതെ നമ്മുടെ കോൺടാക്റ്റ് നമ്പർ സേവ് ചെയ്ത് വെക്കുമല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. കിഡ്സ് ഡിസൈൻ മുതൽ സാരി, ചുരിദാർ എന്നിങ്ങനെ എല്ലാ ടൈപ്പ് ഡിസൈൻ ഔട്ട്ഫിറ്റും ഇവിടെ നിങ്ങൾക്ക് ചെയ്ത് കിട്ടും. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. വർക്ക് ചെയ്ത് നോക്കിയിട്ട് റെഡിയാവുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. എന്ത് ഡൗട്ടും നിങ്ങൾക്ക് കമൻറ്റിലൂടെ ആയാലും കോൺടാക്റ്റ് നമ്പർ ത്രൂ ആയാലും ക്ലിയർ ചെയ്തു തരാം. സപ്പോർട്ട് ചെയ്ത് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാകും. ഗേൾസിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരവർക്ക് ഇഷ്ടപ്പെടുന്ന ഔട്ട്ഫിറ്റ് കിട്ടുന്നില്ല എന്നതാണ്. റെഡിമെയ്ഡ് എടുത്താൽ നമുക്ക് ഔട്ട്ഫിറ്റ് റെഡിയാവണമെന്നില്ല. സ്വന്തമായി ഡിസൈനിങ് പഠിച്ചാൽ പിന്നെ ഒരു ടെൻഷൻ്റെയും ആവശ്യം തന്നെയില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് കോൺഫിഡൻസോട് കൂടി ഡ്രസ്സ് ധരിക്കാം. ഏകദേശം 12 ഇയേഴ്സ് മുതൽ തന്നെ കുട്ടികൾക്കും ഇത് ഈസിയായി പഠിച്ചെടുക്കാവുന്നതാണ്. ഇന്ന് തന്നെ ഡിസൈനർ ആവാൻ ഒരുങ്ങിക്കോളൂ. നല്ലൊരു നാളേക്ക് നമുക്ക് ഒത്തൊരുമിക്കാം.
ബീഡ്സ് കറക്റ്റായി, അതായത് ബീഡ്സിൻ്റെ എണ്ണം കൃത്യമായി എടുത്ത് റിപ്പീറ്റ് ചെയ്താൽ മാത്രമാണ് എല്ലാ ലീഫും കറക്റ്റ് സൈസിൽ കിട്ടുകയുള്ളൂ. ഡ്രസ് മെറ്റീരിയൽ ടൈറ്റായി പിടിച്ചു വേണം വർക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ബീഡ്സ് വയ്ക്കുന്നത് ലൂസ് ആയി പോകും. ഫിനിഷിംഗ് കിട്ടാൻ ചാൻസും കുറയും. ആരി വർക്ക് പഠിക്കാതെ തന്നെ ഇത്ര എളുപ്പത്തിൽ നമുക്ക് നല്ലൊരു ഡിസൈൻ ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഇത്രയുള്ളൂ. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ എല്ലാം വളരെ ഈസി ആണ്. ക്ഷമയോടെ പഠിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും ശ്രമിക്കുക. അതിലൂടെ നല്ലൊരു ഡിസൈനർ ആവാൻ സാധിക്കും. പിന്നെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രസ് മെറ്റീരിയലിനോട് ചേരുന്ന കോമ്പിനേഷൻ സെലക്ട് ചെയ്ത് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. AR ഗാലക്സിയുടെ ഈ ബോർഡർ ഡിസൈൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചോട്ടെ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ഇനി കാണാം കേട്ടോ.